എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് അനിവിന്ദ് എന്നാണ്. ഞാൻ കോഴിക്കോടാണ് വീട്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അതിനുശേഷം സേഫ്റ്റി, പ്രൊഡക്ഷൻ, ഡിസൈനിങ് അങ്ങനത്തെ സെക്ടേഴ്സിൽ നിന്ന് വർക്ക് ചെയ്തു. ഇപ്പം ഞാൻ ഇതേപോലെ തന്നെ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിസ്റ്റൻ്റ് ആയിട്ട്. അതോടൊപ്പം തന്നെ ഏകദേശം കുറച്ച് ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പാഷൻ്റെ ഭാഗമാണ് ഇതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, ആൾക്കാരെ ഗൈഡൻസ് ചെയ്യുക എന്നുള്ള എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു പാഷനെയാണ് ഞാൻ കണ്ടെത്തിയത്. മീൻസ് എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എൻ്റെ കാര്യം ഇപ്പം നമ്മളെ റേഞ്ച് ഓഫ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ സ്റ്റോറി തന്നെ അതിൽ പറയുന്നുണ്ട്. അന്നേരം ഇത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ തന്നു എന്നേ ഉള്ളൂ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക് സ്റ്റോൺ അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എന്നുള്ളതാണ്. അന്നേരം ഇതിൽ എത്ര പേര് ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ യെസ്. ആദ്യമേ തന്നെ ജസ്റ്റ് ചോദിക്കുകയാണ്, ഇതിൽ ആരെങ്കിലും മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ചെയ്തിട്ട് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. അന്നേരം ഗോപിക, എന്താണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തത്? ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺ ചെയ്യുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഓഡിയോ ആയിട്ട് പറയുക. അനിൽ സാർ പറഞ്ഞോളൂ. ഹലോ, എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? ഓക്കെ. അന്നേരം നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എന്ന് പറയുന്നത്, അതായത് ഈ ഇപ്പം എല്ലാവരും നിങ്ങളെ കയ്യിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എന്ന് കാണിച്ചേ. ഇതാണ് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ. ഓക്കെ, താങ്ക് യു. ഇതാണ്. ഓക്കെ. അന്നേരം നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണിനെ കുറിച്ച് ലോകം തന്നെ അറിയുന്നത് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ സ്റ്റോറി ഉണ്ട്. അതായത് നിങ്ങൾ ചിലപ്പം വായിച്ചിരിക്കും. സ്റ്റോറി വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു വിദേശി, അതായത് ഒരു അമേരിക്കാരൻ ഇതേപോലെ തന്നെ ആഫ്രിക്കയിലേക്കോ കാര്യങ്ങളിലേക്കോ യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ടൂർ ഗൈഡ് ഒരു റൂമിലേക്ക് അദ്ദേഹത്തിന് റൂമും കാര്യങ്ങളും എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തു, അവിടെയുള്ള ഒരു ആഫ്രിക്കക്കാരൻ. അങ്ങനെ അദ്ദേഹം ആ അമേരിക്കക്കാരൻ പോക്കറ്റിൽ നിന്ന് കീ ചെയിനും കാര്യങ്ങൾ വെക്കുന്ന സമയത്ത് ഒരു സ്റ്റോൺ പുറത്തേക്ക് വീണു. അന്നേരം ആ ഒരു ആഫ്രിക്കക്കാരൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പോക്കറ്റിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇതൊരു സ്റ്റോണാണ്, ഇതൊരു മാജിക് സ്റ്റോണാണ്, ഇത് തൊടുന്ന സമയത്ത് ഞാൻ നന്ദി പറയാൻ തുടങ്ങും. അങ്ങനെ അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹം അമേരിക്കയിലേക്കും ഈ ഒരു ടൂർ ഗൈഡ് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് നിന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു മെയിൽ അയക്കുകയാണ്. മെയിൽ അയച്ചിട്ട് പറയുകയാണ്, ആ ആഫ്രിക്കക്കാരൻ അദ്ദേഹം പറയാണ്, തൻ്റെ മകന് രോഗങ്ങളുണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അത് മാറാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ അയച്ചു തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം അടുത്ത് തന്നെയുള്ള ഒരു പുഴവക്കിൽ നിന്ന് കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് നന്ദി പറയാൻ വേണ്ടി തുടങ്ങി. ഈ ഇങ്ങനെ മകൻ്റെ പൂർണ്ണ ആരോഗ്യത്തിന് നന്ദി, അല്ലെങ്കിൽ അങ്ങനത്തെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ ഒരു മകന്, അതായത് ആഫ്രിക്കാൻ്റെ മകന് ഈ ഒരു രോഗം മാറി എന്നുള്ളതാണ് ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്. അതിന് ഞാൻ ഇതേപോലെ തന്നെ പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തു. അതോടൊപ്പം തന്നെ ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം വായിച്ചു. ഞാൻ ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം വായിക്കുന്നത്. ഗുജറാത്തിൽ സേഫ്റ്റി എഞ്ചിനീയറായി നിൽക്കുന്ന സമയത്ത് നമ്മളെ ഇതേപോലെ തന്നെ ഗുജറാത്ത് റിഫൈനറീൻ്റെ ചുറ്റും അവിടുന്ന് കിട്ടിയാണ് ഈ സ്റ്റോൺ എന്ന് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ. ഇത് ഏകദേശം എൻ്റെ കയ്യിൽ തന്നെ 5 വർഷമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സ്റ്റോണാണിത്. അന്നേരം ഇനി നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എന്ന് പറയുന്നത് എങ്ങനെ, ആദ്യം തന്നെയുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കല്ലിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. ഓക്കെ, ആദ്യമായി കേൾക്കാമോ? ഓക്കെ, ഇപ്പം കേൾക്കാമോ? കേൾക്കാം സർ. ആദ്യമായി തന്നെ പലരും ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്റ്റോണിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുക?
ഒന്ന്, നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങൾക്ക് ഈ കല്ലിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ അക്വേറിയം ഷോപ്പിൽ പോയിട്ട് നല്ലൊരു വെള്ളക്കല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും കളർഫുൾ ആയിട്ടുള്ള കല്ല് മേടിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളെ വീടിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു കല്ല് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ റിങ്ങിലുള്ള എന്തെങ്കിലും ഇതേപോലെ തന്നെ റിങ്ങോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അന്നേരം ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. എപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമാണ്. ഈ ഒരു സ്റ്റോണ് അല്ലെങ്കിൽ ഈ ഒരു മാജിക് കല്ല് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിമൈൻഡർ എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ കയ്യിൽ ചരട് കെട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മാലകളോ കാര്യങ്ങളോ എല്ലാം ധരിക്കുന്നത്. ഈവൻ താലി വരെ എന്തിനാണ് ധരിക്കുന്നത്? താലി എന്ന് പറയുന്നത് നമ്മളെ ഒരു വിശ്വാസമാണ്. അതായത് ഞാനൊരു പങ്കാളിയുണ്ട് അല്ലെങ്കിൽ ഞാനൊരു ഇന്ന ഒരു വ്യക്തിയുടെ ഒരു പാർട്ണറാണ് എന്നുള്ള ഒരു വിശ്വാസം ജനിപ്പിക്കുക നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. അന്നേരം ഈ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇമോഷണൽ കണക്ഷനുള്ള സ്റ്റോണാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് ആ ഒരു കല്ലിനോട് എന്തെങ്കിലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണം. ഇപ്പം നിങ്ങൾ വഴി കിടക്കുന്ന, ഇപ്പം ഞാൻ പറഞ്ഞു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ വേണം അല്ലെങ്കിൽ മാജിക് സ്റ്റോൺ വേണം, നേരെ പുറത്തേക്ക് പോയിട്ട് ഒരു കരിങ്കല്ല് എടുക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മനോഹരമായിട്ടുള്ള ഒരു കല്ല്, അത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറായിരിക്കാം. എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാണ്, ബ്ലാക്ക് കളർ എനിക്ക് ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ഓവൽ ഷേപ്പ്, ഒരു ശിവലിംഗത്തിൻ്റെ ഒരു ഷേപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അന്നേരം ഇതേപോലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻസ് നിങ്ങൾക്ക് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള സ്റ്റോൺസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു നാച്ചുറൽ സ്റ്റോൺ ആയിരിക്കണം. നാച്ചുറൽ സ്റ്റോൺ, അതായത് ഈ പ്ലാസ്റ്റിക് സ്റ്റോൺ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഒരു കല്ലോ ഒരു വസ്തുവോ ആയിരിക്കണം. ഈവൻ റിങ് വരെ നമുക്ക്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എനർജി അല്ലെങ്കിൽ ഇമോഷൻസ് അതിലേക്ക് പാസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം തന്നെ 2 കപ്പ് മെത്തേഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങൾ ഹീലിങ്ങോ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കയ്യിലുള്ള ഹീലിംഗ് എനർജി അല്ലെങ്കിൽ ഇതേപോലെ തന്നെ റേക്കി പ്രാണിക് ഹീലിംഗ് പോലെയുള്ള ആ ഒരു ഹീലിംഗ് എനർജി ഈ കല്ലുകളിലേക്ക് നൽകും. എന്നിട്ടാണ് അവർ ഉപയോഗിക്കുക. എന്നാൽ നമുക്ക് ഈ കല്ലിന് ഹീലിംഗ് എനർജി നമ്മൾ നൽകേണ്ടതാണ്. ഓക്കെ. പലരും നേരെ എടുത്തിട്ട് കല്ലെടുത്തിട്ട് പോക്കറ്റിലേക്ക് വെക്കുകയല്ല ചെയ്യേണ്ടത്. ഈ ഒരു പ്രാക്ടീസ്, ഇതൊരു റിച്വലായിട്ട് ചില ക്ലാസ് ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് ഇതൊരു റിച്വലായിട്ട് അല്ലെങ്കിൽ ഒരു ഇതേപോലെ തന്നെ ഒരു ദൈവികമായിട്ടുള്ള ഒരു എനർജൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എനർജൈസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായി തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കല്ല് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിൽ ആദ്യം തന്നെ പാലിൽ മുക്കി വെക്കുക ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം പനിനീരിൽ മുക്കി വെക്കുക, മൂന്നാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പനിനീർ പിന്നെ വെള്ളത്തിൽ മുക്കി വെക്കുക. എന്നിട്ട് അത് ക്ലീൻ ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് വെക്കുക. നിങ്ങൾ ചിലപ്പോൾ നിസ്കരിക്കുന്നതാവാം, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മീൻസ് നിങ്ങൾ മെഡിറ്റേഷൻ റൂമായിരിക്കാം, എവിടെ വെക്കുക. എന്നിട്ടൊരു 7 days അല്ലെങ്കിൽ 21 days എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കയ്യിൽ മീൻസ് അവൻ പ്രാർത്ഥിക്കുന്ന സമയത്തും അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തും കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ഒരു കല്ലിനെ നിങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം പലരും ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്ന വസ്തു, ഇപ്പോൾ എൻ്റെ മാലയായാലും അല്ലെങ്കിൽ ഇങ്ങനെ ഡെയിലി നിങ്ങളുടെ ശരീരത്തിലുള്ള മാല അല്ലെങ്കിൽ കയ്യിലെ റിങ് എല്ലാം തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അത് മനസ്സിലാണെങ്കിൽ നിങ്ങൾ മാല ഊരി വെച്ചിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ ഇല്ലാത്തൊരു ഫീലിംഗ്, അതായത് നമുക്ക് നമ്മളെ കാണുന്ന സമയത്ത് എന്തോ ഒരു ചേഞ്ച് അല്ലെങ്കിൽ എനിക്കെന്തോ കുറവുള്ള പോലെ തോന്നും. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണിനെ കാണേണ്ടത്, മാജിക് സ്റ്റോണിനെ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റാം. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് പോക്കറ്റിൽ വെക്കാം, അല്ലെങ്കിൽ പേഴ്സിൽ വെക്കാം, നിങ്ങൾ ബാഗ്സിൽ വെക്കാം, അങ്ങനെ വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ബെഡിൻ്റെ തൊട്ടടുത്ത് തന്നെ വെക്കുക. നിങ്ങൾ മീൻസ് വീട്ടിലെത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ പ്രാർത്ഥനാ റൂമിൽ വെക്കാം. ഈ രീതിയിൽ വേണം നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എവിടെയെങ്കിലും ഒന്നെങ്കിൽ ബെഡിൽ വെച്ചു അല്ലെങ്കിൽ ഷെൽഫിൽ എവിടെയെങ്കിലും വെച്ചു, ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വെച്ചു, അങ്ങനെയൊന്നും വെക്കാതിരിക്കുക. നിങ്ങൾ ഇതിനെ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആയിട്ടാണ് നിങ്ങൾ കരുതേണ്ടത്.
അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സങ്കല്പം വെച്ചിട്ടാണോ ഈ ഒരു സ്റ്റോണിനെ കരുതുന്നത് അതേ രീതിയിലെ സങ്കല്പമായിരിക്കും ഈ സ്റ്റോൺ നമുക്ക് നൽകുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലും പോയിട്ട് ഒന്നെങ്കിൽ രൂപമുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനോട് നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആകുന്നുണ്ട്. അന്നേരം ഈ ഒരു ഈവൻ നിങ്ങൾ ഫെങ്ഷുയി പഠിക്കുകയാണെങ്കിൽ ഫെങ്ഷുയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശില്പങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കരുത് എന്ന് പറയും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശില്പങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിലെ ഒരു എനർജി ഫോം ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതിനെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇപ്പം എന്നെ കൺസൾട്ട് ചെയ്യുന്ന പല ജ്യോത്സ്യന്മാരുണ്ട്. അതായത് ജ്യോത്സ്യന്മാർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പൂർവികന്മാർ ഏതെങ്കിലും ഒരു ദേവനോ ദേവിയോ ആരാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു എനർജി അല്ലെങ്കിൽ ഒരു മെൻ്റൽ എനർജി അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ പോലെ ഒരു എനർജി രൂപം കൊള്ളും. അന്നേരം ഈ ഒരു എനർജി എപ്പോഴും അവിടെ ഉണ്ടാവും. ഈ എനർജി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇതുവരെ പിന്തുടരുന്ന കാര്യങ്ങൾ തുറന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ എനർജി കുറയുകയും നമ്മൾ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾ ജ്യോത്സ്യന്മാരോട് പോയി ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാവും. അതാണ് അവരെല്ലാം തന്നെ കുടുംബക്ഷേത്രത്തിൽ പോകണം അല്ലെങ്കിൽ ഇന്ന കാര്യമാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാരമ്പര്യത്തെ നമ്മൾ കൈവിടുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഒന്ന്, എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഇതിനങ്ങനെ ഒരു ടൈമില്ല. നിങ്ങൾക്ക് എപ്പോഴും കയ്യിൽ കരുതിയിട്ട് നിങ്ങൾക്ക് ആ നിമിഷം നൽകിയ ഓരോ കാര്യങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങൾക്ക് ചിലപ്പം ശ്വസിക്കാൻ പറ്റുന്ന വായുവിന് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ കണ്ണുകൾക്ക്, നിങ്ങളുടെ ചുറ്റുപാടുകൾക്ക്, നിങ്ങളുടെ ബന്ധങ്ങൾക്ക്, പണത്തിന്, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ നന്ദി പറയാൻ വേണ്ടി തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ഈ നന്ദി പറയും അതായത് ഇതൊരു റിമൈൻഡർ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്കിപ്പം ഭക്ഷണത്തിന്, നിങ്ങളുടെ വസ്ത്രത്തിന്, ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയാം. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഏത് കാര്യത്തിനാണ് കൂടുതൽ നന്ദി പറഞ്ഞത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്ത് കാര്യത്തിനാണ് നന്ദി പറഞ്ഞത്? യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികളാണെങ്കിൽ എന്ത് കാര്യമാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്ത് കാര്യത്തിനാണ് നിങ്ങൾ കൂടുതൽ പറഞ്ഞത്? പണത്തിനാണോ? റിലേഷൻഷിപ്പിനാണോ? എന്തിനാണ് നിങ്ങൾ നന്ദി പറഞ്ഞത്? ആരോഗ്യത്തിന് ജിഷ, മീരി, ജോലിക്ക്, പിന്നെ ഷൈനി, ജോബ് ആൻഡ് ഫാമിലി എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യും. ഹെൽത്ത്, സുകന്യ ഹെൽത്ത്, ആശ മുരളീധരൻ റിലേഷൻഷിപ്പ്. ഓക്കെ. പണത്തിന് ഹാപ്പി, ഹെൽത്ത്, മണി, ജോലി ലഭിക്കാൻ പണത്തിന്. അന്നേരം ഓക്കെ, ജോലി, ഹെൽത്ത്, ഫുഡ്, നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഓക്കെ, പീസ്ഫുൾ മൈൻഡ്. എല്ലാവരും കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. ഇനി നമ്മൾ ഈ നന്ദി പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മളെ ശരീരത്തിനാണ്. ഞാൻ എപ്പോഴും പറയുന്ന അഫർമേഷൻസിലും അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിൽ എൻ്റെ ശരീരത്തിന്, എൻ്റെ മനസ്സിന്, അതോടൊപ്പം തന്നെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മളെ ഇതേപോലെ തന്നെ ദൈവങ്ങൾ അല്ലെങ്കിൽ ഏഞ്ചൽസ് എന്നൊക്കെ വിളിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിനാണ്. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം എൻ്റെ ശരീരത്തിനാണ് ഞാൻ നന്ദി പറയുന്നത്. കാരണം എൻ്റെ ശരീരം ഇല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിയില്ലാത്ത രീതിയിലേക്ക് മാറും. മീൻസ് നമ്മളെ ഹെൽത്തിന് പലരും ചെയ്യുന്ന വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്തിന് നന്ദി പറയില്ല. നിങ്ങൾക്ക് ബന്ധങ്ങൾ, ഈവൻ റിലേഷൻഷിപ്പ് മാസ്റ്ററിയിൽ തന്നെ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പ് മാസ്റ്ററിയിൽ തന്നെ ഓരോ കാര്യങ്ങളും പറയുന്ന സമയത്ത് അവരെ കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവരെ ശരീരത്തിനും അവരെ മാനസികമായിട്ടുള്ള സൗഖ്യത്തിനും വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ. അത് റിലേഷൻഷിപ്പ് മാസ്റ്ററി ആവട്ടെ, നമ്മളെ ഏത് മറ്റ് ക്ലാസ്സുകളാവട്ടെ, ഇവൻ നമ്മളെ സൗജന്യ ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാനും നമ്മളിലേക്കൊന്ന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അന്നേരം നിങ്ങൾക്ക് എന്ത് സാധിക്കും? മീൻസ് എൻ്റെ രൂപത്തെ തന്നെ, എൻ്റെ പണ്ടത്തെ രൂപം ഞാനൊരു സ്റ്റാറ്റസാക്കി വെച്ചിരുന്നു, എന്നാലും ഞാനത് കാണിക്കാം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ നന്ദി പറയാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളെ ശരീരം തന്നെ വളരെ വലിയൊരു ചേഞ്ച് ഉണ്ടാവും. ഇതെൻ്റെ പണ്ടത്തെ ഒരു ഫോട്ടോ ആയിരുന്നു. പണ്ടത്തെ ഫോട്ടോ ഇത് ഞാനാണ്. കണ്ടോ? എല്ലാവരും കണ്ടോ? കണ്ടോ? ഇത് ഞാനായിരുന്നു. അന്നേരം
ഇപ്പോൾ ഉള്ള ഞാനിത്. ഓക്കെ. അന്നേരം നമ്മളെ ആരോഗ്യത്തിനും ഇവൻ ഇത് നന്ദി പറയുന്നില്ല, കുറേ പ്രാക്ടീസും മെഡിറ്റേഷനും കുറേ ഹീലിംഗ് പ്രാക്ടീസും കാര്യങ്ങളും ചെയ്തതുകൊണ്ടാണ്. അന്നേരം നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് തന്നെ നമ്മളെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളെ രൂപത്തിലും നമ്മളെ നിറത്തിലും. നിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് വെള്ള കളറല്ല പറയുന്നത്, നമ്മളുടെ ഒരു വാട്ടവർ എന്ത് തന്നെ കളറായാലും, ബ്ലാക്ക് ആവട്ടെ വൈറ്റ് ആവട്ടെ, എന്ത് തന്നെ ആയാലും ഒരു കാന്തി അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നസ്, തേജസ് എന്നെല്ലാം പറയും, അത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അന്നേരം നമ്മളെ ആരോഗ്യത്തിനും നമ്മളെ ശരീരത്തിന്, നമ്മളെ കണ്ണുകൾക്ക്, നമ്മളെ ഹെയറിന്, ഈവൻ എൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനറ്റിക്കലി മീൻസ് പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ തന്നെ കഷണ്ടിക്കാരാണ്. എന്നിട്ട് പോലും എൻ്റെ തലയിൽ എപ്പോഴും ഞാൻ നന്ദി പറയുന്നത് എൻ്റെ ഹെയറിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അതിനനുസരിച്ച് എൻ്റെ ഹെയർ ഇപ്പം പണ്ടത്തെ വീഡിയോസ് കാണുന്നവർ ഇപ്പോൾ ഉള്ള വീഡിയോസ് കാണുന്ന സമയത്തും നിങ്ങൾക്ക് അത്രയും ചേഞ്ച് കാണാൻ സാധിക്കും. മീൻസ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നതാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്ലാസ്സുകളെല്ലാം കൊടുക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ഓരോ രീതിയിലും, ഇപ്പോൾ റിലേഷൻഷിപ്പിന് വേറെ സെൽഫ് ലവ് ആയിരിക്കും, പണത്തിന് വേറൊരു സെൽഫ് ലവ് മെഡിറ്റേഷനാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അന്നേരം ഈ രീതിയിൽ ഈവൻ നമ്മളെ സൗജന്യ ക്ലാസ്സിൽ സെൽഫ് ലവ് ബൈനറി മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എന്ന് പറയുന്ന ആ ഒരു വസ്തു തൊടുന്ന സമയത്ത് നമ്മളത് ഫീൽ ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നന്ദി, എൻ്റെ ആരോഗ്യത്തിന് നന്ദി, എൻ്റെ സൗന്ദര്യത്തിന് നന്ദി, എൻ്റെ ശരീരത്തിന് നന്ദി, ഈ രീതിയിൽ വേണം നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് അനുവിന്ദ് പറഞ്ഞു അല്ലെങ്കിൽ മറ്റ് ട്രെയിനേഴ്സ് പറഞ്ഞു, ഒരു പുസ്തകത്തിൽ വായിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞു, അങ്ങനെ നന്ദി പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഈ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ കൊണ്ട് ഒരു ചേഞ്ച് വരില്ല. മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ നന്ദി പറഞ്ഞിട്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണിന് തട്ടിയിട്ട് നന്ദി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 101% അല്ലെങ്കിൽ 200% നന്ദി അല്ലെങ്കിൽ ചേഞ്ച് സംഭവിക്കും. ഞാൻ ഈ ഫോട്ടോ കാണിച്ചില്ലേ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചോ, ജസ്റ്റ് ഒന്നും കൂടി കാണിക്കാം. ഇതിൽ പൈപ്സ് പോകുന്നുണ്ടോ? പൈപ്സ്, ഇത് റിഫൈനറിൽ ഈ സമയത്താണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ കുറച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. ഇത് റിഫൈനറിലെ പൈപ്സാണ്, റിഫൈനറി പൈപ്സ്. അത് ഗ്യാസിൻ്റെയും കാര്യങ്ങളിലാണ്. സേഫ്റ്റി എഞ്ചിനീയറായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞല്ലോ സേഫ്റ്റി എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഗുജറാത്തിലുള്ള. അന്നേരമാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ കാര്യം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അങ്ങനെ അതായത് അന്നത്തെ സ്റ്റോണാണിത്. അന്നത്തെ സ്റ്റോണ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വീട്ടിൽ കുറേ സ്റ്റോൺ കൊണ്ടുവന്നു, ഓരോരോ കൂട്ടുകാർക്കും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവരൊന്നും കീപ്പ് ചെയ്തില്ല. അനിയത്തിക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു, ആരും തന്നെ കീപ്പ് ചെയ്തില്ല. പക്ഷേ ഇതെപ്പോഴും എൻ്റെ കയ്യിൽ 5 വർഷത്തിന് മേലെയായി. നമ്മൾ ഈ പറയുന്ന ഈവൻ ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു പുസ്തകം വായിച്ചിട്ട് അതെൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ ചേഞ്ച് വരുന്ന കാര്യങ്ങളാണ് നമ്മളെ ക്ലാസ്സുകളിലൂടെയും എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നത്. അന്നേരം അന്ന് മുതൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ആരോഗ്യത്തിന്, എൻ്റെ താടി, എൻ്റെ ഹെൽത്തിന്, എൻ്റെ കഴിവിന്, എൻ്റെ കഴിവ് കുറവിന്, നിങ്ങൾ കഴിവിന് മാത്രമല്ല, നമ്മൾ വീക്ക്നെസ്, എല്ലാവരും വീക്ക്നെസ് ഉണ്ട്, എല്ലാവരും ബലഹീനരാണ്. പല രീതിയിലും ബലഹീനതകൾ നമുക്കുണ്ടാവും. ആ ബലഹീനതകൾക്ക് നന്ദി പറയാം. ഐ ആം പെർഫെക്റ്റ് ഇൻ മൈ ഇംപെർഫെക്ഷൻ. എൻ്റെ കഴിവ് കുറവുകളിലും ഞാൻ പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിയിലുള്ള അഫർമേഷൻസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ലൈഫിൽ, അതായത് എൻ്റെ രൂപത്തിൽ മാറ്റം വന്നു, എൻ്റെ സംസാര ശൈലിയിൽ, എൻ്റെ പേഴ്സണാലിറ്റിയിൽ, എൻ്റെ ഫിനാൻസിൽ എല്ലാം തന്നെ മാറ്റം കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണാണ്. മറ്റു പല കാര്യങ്ങളുണ്ട്, ഇപ്പം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അന്നേരം അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ജോലി സ്ഥലത്ത് ഇപ്പം ഓരോരോ പ്ലാന്റിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്ന സമയത്ത് എൻ്റെ പോക്കറ്റിലുണ്ടാവും. ഈവൻ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാവും നമ്മൾ പ്ലാന്റിലേക്ക് പോകുന്ന സമയത്ത്. ഓരോരോ ഇപ്പം ഗ്യാസ് പ്ലാന്റ് ആണ്, ചിലപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പ്ലാന്റ് ആണെങ്കിൽ അവിടെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാവും. അന്നേരം ഓരോ കല്ലെടുത്ത് സെക്യൂരിറ്റി എടുത്ത് ക്യാ ഹേ സാബ് എന്ന് ചോദിക്കും. അങ്ങനെ പറയും കുസ്നേഹി എന്ന് പറയും. കാരണം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും അത് ഇങ്ങനെ മാറ്റി വെക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയും അതെനിക്ക് വേണമെന്ന് പറയും. കാരണം ഇത് വെറൊരു സ്റ്റോണിനെ ഇത് വെച്ചിട്ട് കയ്യിൽ വെക്കട്ടെ എന്ന് പറയും. കാരണം ആ രീതിയിൽ വേണം നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ. നമ്മൾ ഈവൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പ്രാർത്ഥനാ മുറിയുടെ അവിടെ വെക്കും, അല്ലെങ്കിൽ എൻ്റെ ഷെൽഫിൽ അതിന് വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ട്. ഈ ഒരു
അലമാരയിൽ ഇതിന് വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നമ്മൾ ഓക്കെ ആ ഒരു സ്പേസിൽ ഞാൻ ഈ സ്റ്റോൺ വെക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഇന്ന് മുതൽ എന്ത് ചെയ്യണം, നിങ്ങളതായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ ഗ്രാജുവേറ്റ് സ്റ്റോൺ അല്ലെങ്കിൽ മാജിക് സ്റ്റോൺ വെക്കാൻ വേണ്ടിയിട്ട് അതിന് നന്ദി പറയുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അതിനെയും കൂടി കൊണ്ടുപോകുക. അതിനും മീൻസ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈകളുടെ ഉള്ളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് അങ്ങനെ വെച്ചിട്ട് പ്രാർത്ഥിക്കുക. അന്നേരം നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മിറാക്കിൾസാണ് സംഭവിക്കുക. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് ചോദിച്ചോളൂ. നിങ്ങൾക്ക് മ്യൂട്ട് ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചോളൂ. ചോദിച്ചോളൂ. സാറിന്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ മറ്റേ സോൾട്ട് വാട്ടറിലാണ് ചെയ്തത്. സാർ ഇപ്പൊ പറയുന്നു പാലും പനീർ അതൊന്നും സോൾട്ട് വാട്ടറിൽ ഞാൻ വീഡിയോയില് വീട് വൃത്തിയാക്കില്ല പറയുന്നേ. അല്ല സാർ, ഇതില് സോൾട്ട് വാട്ടർ നന്നായിട്ട് കഴുകാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിനകത്ത് ചക്ര മാനിഫെസ്റ്റേഷനിലാണോ? അല്ല സാർ, പണ്ടത്തെ ഒരു വീഡിയോ ആയിരുന്നു, ഒരു 2-3 വർഷം മുമ്പ്. ഓക്കെ ഓക്കെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് മീൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മള് വേറൊരു വ്യക്തി മീൻസ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കല്ലുകളില്ലേ, ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കല്ലുകളും കാര്യങ്ങളെല്ലാം തന്നെ ഇവൻ നിങ്ങൾ ഏതെങ്കിലും ക്രിസ്റ്റൽസ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഉപ്പുവെള്ളത്തിൽ കഴുകുന്ന നല്ലതാണ്. കാരണം ഇംപ്യൂർ ആയിട്ടുള്ള എനർജീസും കാര്യങ്ങളെല്ലാം തന്നെ സോർട്ട് ഔട്ട് ചെയ്യുന്നതാണ് ഉപ്പുവെള്ളം എന്ന് പറയുന്നത്. അപ്പൊ ഞാന് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എനിക്ക് സാറ് പറഞ്ഞ വീഡിയോ അനുസരിച്ച് ഞാൻ 2-3 പ്രാവശ്യം കേട്ടിട്ടാണ് ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ സാറ് പറഞ്ഞിട്ട് രാത്രി കിടക്കാൻ മുമ്പ് ഗ്രാറ്റിറ്റ്യൂഡ് പറയും. എന്റെ മറ്റേ പില്ലോയുടെ അടിയിൽ വെച്ചിട്ട് ആണ് ഞാൻ ഉറങ്ങാറ്. പിന്നെ എന്ത് ഹാപ്പി ന്യൂസ് ഉണ്ടെങ്കിലും ഞാനത് നെഞ്ചോട് ചേർത്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് കിടക്കും. അപ്പൊ എനിക്ക് കൂടുതൽ എന്തെങ്കിലും ഒരെണ്ണം കാണും രാത്രിയിൽ നന്ദി പറഞ്ഞിട്ട് കിടക്കാൻ. അപ്പൊ ഞാന് യൂസ് ചെയ്യുന്നെന്ന് പറയുമ്പം ഇതാണ് സാർ എന്റെ സ്റ്റോൺ. നല്ല സ്റ്റോൺ. എന്റെ കളർ ഇഷ്ടപ്പെട്ട കളറാണ്. അത് നന്നായി സെലക്ട് ചെയ്ത് നന്നായി. അപ്പം സാർ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഇനി ഇത് പൂജാമുറി പിന്നെയും കൊണ്ട് വെക്കണോ? ഇല്ല, പൂജാമുറി കൊണ്ട് അത് അന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സ്റ്റോൺസ് ചില ആൾക്കാർ ഉപയോഗിക്കുന്ന സ്റ്റോൺസ് ഉണ്ടാവും. ഇപ്പൊ ഷോപ്പിൽ നിന്ന് കാര്യങ്ങളിലും അന്ന് ഒരു ഉപ്പുവെള്ളത്തിൽ കരുതുന്നത് ഈവൻ നമ്മൾ ഈ റേക്കി പ്രാണി ഹീലിംഗ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരം വരെ ഉപ്പുവെള്ളത്തിൽ കഴുകണം എന്ന് പറയും. അത് ചെയ്യാറുണ്ട്. അത് നമ്മളെ ക്ലെൻസിങ് ആണ്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ രാവിലെ എപ്പോഴും ഓടാൻ പോകാറുണ്ട്. ഇപ്പോൾ അന്നേരം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കാലുകൾ എൻ്റെ ബീച്ച് ഏരിയ ആണ്, കാലുകൾ ഉപ്പുവെള്ളത്തിൽ മീൻസ് ഇങ്ങനെ സീ വാട്ടറിൽ മുക്കി വെച്ചുകൊണ്ട് നമ്മളെ ശരീരത്തിലെ ഇമ്പ്യൂരിറ്റീസ് പോകുന്നതായി സങ്കല്പിക്കും. അത് നല്ലൊരു ചേഞ്ചാണ്, ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതാണ് വെക്കുന്നത് കേട്ടോ. അത് കണ്ടില്ലേ, സിന്ദൂര ചെപ്പാണത്. ഓക്കെ ഓക്കെ. അങ്ങനെ മീൻസ് അതിനനുസരിച്ച്, അതായത് നമ്മൾ ഈ യൂണിവേഴ്സിൻ്റെ ഒരു നിയമമുണ്ട്, നമ്മൾ എന്താണോ നൽകുന്നത് അതാണ് നമ്മളിലേക്ക് തിരികെ വരുന്നത്. അല്ലാതെ നിങ്ങളൊന്നും തന്നെ ഇവൻ നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് നൽകേണ്ടത്. ഒന്ന് ഇമോഷൻ, ഒന്ന് മെൻ്റൽ അല്ലെങ്കിൽ ഇമോഷൻ, 2 വോക്കലായിട്ടുള്ള കാര്യങ്ങൾ, 3ാമത്തെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ. ഇമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സ്, നമ്മളെ സങ്കല്പം ഫീലിങ്സ് ആണ് ഫസ്റ്റ് കാറ്റഗറി. 2ാമത്തെ വാക്കുകളാണ്. ഈ വാക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് നന്മകളും കാര്യങ്ങളെല്ലാം തന്നെ അറിയാം. പിന്നെ ഫിസിക്കൽ ആക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വസ്തുക്കൾ കൊടുക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ശാരീരികമായിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, എന്ത് തന്നെ ആവട്ടെ. അന്നേരം ഇതിൽ പലരും ചെയ്യുന്നത് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെൻ്റലിൽ മാത്രം നിൽക്കും, ബാക്കി 2 കാര്യങ്ങളിൽ അവർ പരാജയപ്പെടും. അത് വലിയൊരു ടോപ്പിക്കാണ്, ഒരു ദിവസത്തെ ക്ലാസ്സിന് ഞാൻ എടുക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ തോട്ട്സ് പ്യൂറാക്കി വെക്കുക. അതോടൊപ്പം തന്നെ ആ തോട്ട്സ് നിന്ന് വരുന്ന വാക്കുകൾ നമ്മളെ ചുറ്റും. പണ്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും ഒരു ന്യൂസ് കേട്ടിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും, അത് മറ്റുള്ളവർ തർക്കിക്കും. യൂട്യൂബ് ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തർക്കിച്ച് ജയിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറും. അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒന്നും തന്നെ നേടാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും തന്നെ കൈൻഡായിട്ടും ലവബിളായിട്ടും ഒന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും വിമർശിക്കണം, പണ്ട് ചെയ്ത വ്യക്തി ചെയ്ത കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാതെ അതിനെ മറന്നിട്ട് ഇനി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുക. അന്നേരം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരും. ഇല്ലെങ്കിൽ ചില ആൾക്കാരെ കാണാറുണ്ട്, അല്ലെങ്കിൽ കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഇങ്ങനെ
പറഞ്ഞ് നിൽക്കും. 1 മണിക്കൂർ, ചില ഈവൻ ഒരു 1 ആണ് കൺസൾട്ടേഷൻ ഉണ്ടാകുക. അതിൽ 3/4 മണിക്കൂർ സംസാരിച്ചിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യും, ഒരു അരമണിക്കൂർ 3/4 അവരോട് സംസാരിക്കും. ഞാൻ ഇടയ്ക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, നിങ്ങൾ ഈ പ്രോബ്ലം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ സൊല്യൂഷന് വേണ്ടിയിട്ടാണോ വന്നത്? സൊല്യൂഷൻ ആണെങ്കിൽ കേൾക്കുമെന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന പറയും. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും എന്ത് ചെയ്യാം, നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയാം. നിങ്ങൾ ലൈഫിൽ സംഭവിച്ച നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ എന്തെങ്കിലും മറ്റ് കാര്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഒന്നും തന്നെ ഷെയർ ചെയ്തിരിക്കുക. മെയിനായിട്ട് ഹൈലി നെഗറ്റീവായിട്ടുള്ള വ്യക്തികളായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ റിമൈൻഡ് ചെയ്യും, പണ്ട് നീ ഇവളുമായിട്ട് തെറ്റിയല്ലേ, അല്ലെങ്കിൽ ഇന്ന ആളുമായിട്ട് തെറ്റിയല്ലേ, എന്തുകൊണ്ടാണ് നീ ഇപ്പോൾ സംസാരിക്കുന്നത്? അന്നേരം നിങ്ങളെ മനസ്സിലേക്ക് എന്ത് സംഭവിക്കും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കയറും. പണ്ട് ചെയ്തു നീ, അന്നേരം സുഹൃത്തായ ആൾക്കാർ പിന്നെ ശത്രുക്കളാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഹാപ്പിനെസ്സും പോസിറ്റിവിറ്റിയും തരുന്ന വ്യക്തികളായിട്ട് മാത്രം കൂട്ടുവിടുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ വീണ്ടും പറയാണ്, നിങ്ങളെ ശരീരത്തിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നേരത്തെ ഇപ്പം മഞ്ജു എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ പോലത്തെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് വെച്ച് നന്ദി പറയുന്ന സമയത്ത് ഇമോഷൻസ് എപ്പോഴും കണക്റ്റഡ് ആകുന്ന കാര്യമാണ് ഹൃദയം എന്ന് പറയുന്നത്. അതിന് ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ 100 അല്ല 200% അത് രൂപത്തിലാവട്ടെ, നിങ്ങളുടെ സംസാരത്തിലാവട്ടെ, മീൻസ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലാവട്ടെ, നിങ്ങളുടെ ബന്ധങ്ങളിലാവട്ടെ, നിങ്ങളുടെ ജോലിയിലാവട്ടെ, എല്ലാത്തിൽ തന്നെ ചേഞ്ച് വരുന്നതാണ്. ഞാൻ അത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഗുജറാത്തിൽ മെയിനായിട്ട് ഈ ഗുജറാത്തീസ് സൗത്ത് ഇന്ത്യൻസിനെ അത്ര ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഓരോരുത്തരെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, നെഗറ്റീവായിട്ട് പറയില്ല. ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങിയ ശേഷം, ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയി. എന്നെ ബായ് ക്യാ ഹേ ബായ് ഒരു ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളെല്ലാം എനിക്ക് ഫീൽ ചെയ്തു. നമ്മളെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തു. കാരണം നമ്മൾ അതുവരെ ഈ വ്യക്തി എന്നെ ചതിച്ചു, അല്ലെങ്കിൽ ഈ വ്യക്തി മോശമാണെന്ന് ചിന്തിച്ച ഞാൻ തന്നെ ആ വ്യക്തിയിലെ നന്മകൾക്ക് നന്ദി പറയാൻ തുടങ്ങി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പോക്കറ്റിൽ കൈയിടുകയാണെങ്കിൽ, പേന എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പേഴ്സ് എടുക്കുന്ന സമയത്ത് കയ്യിലേക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഫീൽ ചെയ്യും. അന്നേരം ഈ കല്ലാണല്ലോ, ഇതെന്താ കല്ലാ, അന്നേരം എനിക്ക് മനസ്സിലാവും ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ. എന്താണ് നന്ദി പറയേണ്ടത്? നന്ദി പറയേണ്ടത് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും, ചിലപ്പോൾ എഴുതുന്ന സമയത്തായിരിക്കും, അന്നേരം അതിന് നന്ദി പറയും. അങ്ങനെ നമ്മളെ ഒരു ഹാബിറ്റ് ഫോർമേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മളെ സൗജന്യ 365 ദിവസം ദൈർഘ്യമുള്ള സൗജന്യ ക്ലാസ്സിലും നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കി മാജിക് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ മെഡിറ്റേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വസ്തു നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാവും. പിന്നെ ഒരു സമയം കഴിയുകയാണെങ്കിൽ പിന്നെ ഇതുപോലും വേണ്ട വരില്ല. നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു റിമൈൻഡർ ആയിട്ട് അങ്ങ് പ്രവർത്തിക്കും. നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ മീൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങുന്ന ഒരു രീതി വന്നോളൂ. നമ്മൾ ഇപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു ഒരു നായയുടെ. അതിങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്ഷണം കൊടുത്തിട്ട് ബെല്ലടിക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് തൊട്ട് നന്ദി പറയാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇതില്ലെങ്കിൽ പോലും നമ്മൾ നന്ദി പറയാൻ വേണ്ടി തുടങ്ങും. ഇങ്ങനെയുള്ള രീതിയിലൊരു ഹാബിറ്റ് ഫോർമേഷൻ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മിറാക്കിൾസാണ് സംഭവിക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഓരോ കാര്യങ്ങൾക്ക് നന്ദി പറയുന്നതനുസരിച്ച് എന്നിലേക്ക് വരുന്ന ബന്ധങ്ങൾ മീൻസ് നമ്മൾ ഒരു വ്യക്തി, അതായത് ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഉപയോഗിച്ച് ഞാനും ഇന്ന വ്യക്തിയായിട്ടുള്ള ബന്ധത്തിന് നന്ദി പറയുന്നതിനേക്കാട്ടും ഉപരിയായിട്ട് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നല്ല ബന്ധങ്ങൾക്ക് നന്ദി പറയുന്നു. അന്നേരം ഈ ഒരു അഫർമേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നന്ദി പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നല്ല വ്യക്തികൾക്ക് നന്ദി പറയുന്നു. ഇല്ലെങ്കിൽ ഓരോ നിമിഷവും എന്നിലേക്ക് മീൻസ് അങ്ങനത്തെ പോസിറ്റീവുള്ള അഫർമേഷൻസ് ഉപയോഗിക്കാം. നിരവധി വഴികളിലൂടെ എന്നിലേക്ക് നല്ല വ്യക്തികൾ വരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന അഫർമേഷൻസിൽ വ്യക്തികളെ പേരോ കാര്യങ്ങളോ പറയാതെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനും ഇന്ന വ്യക്തി ഇപ്പം ഞാനും രാജേഷുമായുള്ള സൗഹൃദത്തിന് നന്ദി പറയുന്നു എന്നുള്ളതിനുപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്ന വ്യക്തികളെല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ വളർച്ചയ്ക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, സമ്പത്ത് ഓരോ നിമിഷവും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നന്ദി ഞാൻ ഉപയോഗിക്കുന്ന അഫർമേഷനാണ്. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യം, സമ്പത്ത് ഓരോ നിമിഷവും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നന്ദി വളരെ എഫക്റ്റീവായിട്ടുള്ള അഫർമേഷനാണ്. അഫർമേഷൻ്റെ ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്, ഓരോരോ അഫർമേഷൻ്റെയും ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ ഒരു അഫർമേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് ജോലിയിലാവട്ടെ, നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷനിലാവട്ടെ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലാവട്ടെ, എല്ലാം തന്നെ നിങ്ങൾക്ക് അതാത് ടൈമിലേക്ക് വരുന്നതാണ്. അന്നേരം ഈ രീതിയിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ.
ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാം. നിങ്ങൾ മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം. ചോദിച്ചോളൂ. ഓക്കെ, പീരീഡ് ടൈമിൽ സ്റ്റോൺ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. സാറ് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഉപയോഗിച്ച ഒരു നല്ലൊരു അനുഗ്രഹം കിട്ടിയ കാര്യമാണ് സാറേ പറയണത്. എനിക്ക് പറഞ്ഞോളൂ. എനിക്ക് സാറിന്റെ വീഡിയോ നേരത്തെ തൊട്ട് തന്നെ ഞാൻ കാണുന്നായിരുന്നു. അപ്പൊ സാറിന്റെ ഒരു അഫർമേഷൻ ആയിരുന്നു മിറക്കിൾസ് ലൈഫ് ഹിയർ നൗ എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു സാറിന്റെ ഒരു വീഡിയോയിൽ കൂടി. അതുപോലെ തന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് അത്ഭുതകരമായ രീതിയിൽ തന്നെയാണ് ഒരു ചെറിയ ജോബ്, എനിക്ക് ഗവൺമെന്റ് ജോബ് കിട്ടി. സാറിന് ഞാനത് ഷെയർ ചെയ്യാനായിട്ട് ഇന്നിരുന്ന സമയത്താണ് സാറിന്റെ ഇന്നത്തെ ഫ്രീ ക്ലാസ് കിട്ടാൻ സാധിച്ചത്. ഞാൻ യാത്രയിലാണ്. എന്തായാലും വാട്സപ്പിൽ വോയിസ് ആയിട്ട് അയച്ചോളൂ. നമ്മളെ മറ്റുള്ളവർക്കൊരു പ്രചോദനമായിരിക്കും. അയക്കാം സാറേ. പിന്നെ സാറേ, ഒരു സങ്കടമുള്ളത് ഞങ്ങൾക്ക് വെള്ളത്തിന്റെ സൗകര്യം ഇച്ചിരി കുറവാണ്. അപ്പൊ എനിക്ക് അതിന് ഞാനൊരു പ്രത്യേക ഒരു അഫർമേഷൻ സാറൊന്ന് പറഞ്ഞു തന്നിരുന്നേ കൊള്ളായിരുന്നു. ഞാന് ചേർത്തലയായിരുന്നു, അവിടുന്ന് ഇപ്പൊ അടിമാലിലാണ് എനിക്ക് ജോബ് റെഡി ആയത്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് വെള്ളത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഈ ഏരിയയില്. അപ്പൊ ഇച്ചിരി സാമ്പത്തികമായിട്ട് ഇച്ചിരി കൂടുതൽ പൈസ മുടക്കണം. അപ്പൊ ഞാൻ എപ്പോഴും ഈ സ്റ്റോൺ എടുത്ത് വെച്ചോണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ധാരാളം വെള്ളം ലഭിച്ചതിന് നന്ദി എന്ന് പറയുന്നുണ്ട്. ധാരാളം വെള്ളം ലഭിച്ചതിന് നന്ദി എന്ന് പറയുന്നതിന് പകരമായിട്ട് എന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടുകളിൽ ശുദ്ധിയുള്ള നല്ല വെള്ളം ലഭിക്കുന്നതിന് നന്ദി. ഓക്കെ സാർ. ഓക്കെ, ഈ നമ്മൾ അഫർമേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം സ്പെസിഫിക് ആകാൻ പറ്റുമോ? ക്ലാരിറ്റി. ഈവൻ നമ്മൾ അഫർമേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പണം വേണം, പണത്തിന് നന്ദി എന്ന് പറയുന്നത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര ലക്ഷം രൂപ ലഭിച്ചതിന് നന്ദി, അല്ലെങ്കിൽ ഞാനും ഇന്ന വ്യക്തിയായിട്ടുള്ള പ്രണയബന്ധത്തിന് നന്ദി, അല്ലെങ്കിൽ എൻ്റെ ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് ലഭിച്ചതിന് പ്രപഞ്ചശക്തി, അത് വേണമെങ്കിൽ കൂടുതൽ സ്പെസിഫിക് ആവാം. അങ്ങനെ അത് പറയുന്ന സമയത്ത് ഈവൻ അഫർമേഷൻസും കാര്യങ്ങളും പറയുന്ന സമയത്തും നമ്മളിലൊരു വിഷ്വലൈസേഷൻ പ്രോസസ്സ് നടക്കണം. ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അഫർമേഷൻസ് പറയുന്ന സമയത്ത് ഞാൻ എല്ലാ മീൻസ് യൂട്യൂബ് ചാനലിലും പറയുന്ന കാര്യമാണ്, അഫർമേഷൻസ് പറയുന്ന സമയത്ത് വിഷ്വലൈസേഷൻ ചെയ്യണമെന്നുള്ളത്. നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു പൂവ് എന്ന് പറയുന്ന സമയത്ത് ഞാനിപ്പോൾ പൂവ് കാണുമെന്ന് പറഞ്ഞു, ഇതിൽ എത്ര പേര് റോസാപ്പൂ കണ്ടു? നിങ്ങൾ മനസ്സിൽ പൂവ് എന്ന് പറഞ്ഞ സമയത്ത് ആശാ മുരളീധരൻ അദ്ദേഹം പറഞ്ഞു റോസാപ്പൂവാണ് കണ്ടതെന്ന്. ഇനി എത്ര പേര് റോസാപ്പൂ കണ്ടു? എത്ര പേര് റോസാപ്പൂ? ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ മനസ്സിലേക്ക്, ഈവൻ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്ന കാര്യം പോലും നമ്മളെ മനസ്സിലേക്ക് അത് നമ്മൾ സ്റ്റോർ ചെയ്ത കാര്യമാണ്. അന്നേരം ഈ സ്റ്റോർ ചെയ്യാത്ത പുതിയൊരു സ്റ്റോറിങ് കാര്യം നമ്മളിലേക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ വേണം. ഈവൻ വിഷൻ ബോർഡ് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എൻ്റെ വിഷൻ ബോർഡ് കാണിച്ചു തരാം. എൻ്റെ വിഷൻ ബോർഡും കാര്യങ്ങളാണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, അന്നേരം നമ്മൾ ഈ പ്രാക്ടീസും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അത്രയും സ്പെസിഫിക് ആയിട്ട് നമ്മളെ ഡ്രീംസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ആ വിഷൻ ബോർഡിലുള്ള എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത്. എന്നാൽ അത്രയും സ്പെസിഫിക് ആയിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കും. അല്ലാതെ എനിക്കൊരു നല്ല ജീവിതം വേണം, നല്ല എന്താണ് നല്ലതെന്നുള്ളത്, എനിക്ക് നല്ല പങ്കാളി വേണം, കാര്യങ്ങൾ വേണം, ഈ രീതിയിലായിരിക്കണം പങ്കാളിയുടെ ഗോൾട്ടീസ്. നമ്മളെ റിലേഷൻ മാസ്റ്ററിൽ തന്നെ ഒരു 15+ സോൾമേറ്റ് മാനിഫെസ്റ്റേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? അവർ ആ മെഡിറ്റേഷൻ മീൻസ് ഇതേപോലെ തന്നെ റിലേഷൻ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ കാര്യങ്ങളും ചെയ്തിട്ട് അവരവരെ പങ്കാളിയുടെ, എൻ്റെ അനിയത്തിയുടെ സ്റ്റോറി വരുന്നുണ്ട്. എൻ്റെ അനിയത്തിയുടെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് യൂട്യൂബിൽ തന്നെ ഇതേപോലെ തന്നെ ഒരു സ്റ്റോറി സീരീസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മീൻസ് സൂം വഴി തന്നെ സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അന്നേരം അവൾ ആദ്യം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളെന്ന് പറയുന്ന സമയത്ത് വിശ്വസിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തിമാർ അങ്ങനെയാണല്ലോ നമ്മൾ, അന്നേരം അങ്ങനെ വിശ്വസിച്ചില്ല. അന്നേരം അവൾ നോക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന അത്രയും പേർക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു, നിനക്കൊരു നല്ലൊരു പങ്കാളിയെ വേണമെങ്കിൽ നീ എന്ത് ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യുക.
ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറേ മെഡിറ്റേഷൻസ് കാര്യങ്ങൾ ഞാൻ കുറേ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കുറേ കോഴ്സുകളിൽ മെഡിറ്റേഷൻ്റെ ഇഷ്ടം പോലെ കോഴ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായി ഈ മെഡിറ്റേഷൻസും കാര്യങ്ങളാണെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മെഡിറ്റേഷൻ വീട്ടിലെല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അവൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ബൈനറി മ്യൂസിക്കും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, നിനക്ക് ഏത് രൂപമുള്ള ആളെയാണ് വേണ്ടത്, എങ്ങനെയുള്ള രൂപമുള്ള ആളെയാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉണ്ണി മൂന്തൻ. പുള്ളിക്കാരി ഉണ്ണി മൂന്തനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ഒരു കാര്യം അവൾക്ക് മാനിഫെസ്റ്റ് ചെയ്യും. അവൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും മീൻസ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവൾ പോകുന്നത്. അന്നേരം അവളെ ജസ്റ്റ് അതിന് പ്രൂഫ് ആണല്ലോ വേണ്ടത്. ഇതിപ്പോൾ ഉണ്ണി മൂന്തനെ പോലെ ഇതാ ഉണ്ണി മുകുന്ദനെ പോലെയുള്ള ആളെ വേണമെന്ന് പറഞ്ഞു. ഏകദേശം ഒരു ഉണ്ണി മുകുന്ദനെ കട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫാമിലി, ഇതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്, അച്ഛനമ്മ അനിയത്തി. അന്നേരം ഈ രീതിയിൽ നമ്മുടെ ലൈഫിൽ ഇവൻ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന അത് ഫ്രീ ആവട്ടെ പെയ്ഡ് ക്ലാസ് ആവട്ടെ അവരുടെ ലൈഫിൽ മാത്രമല്ലല്ലോ നമ്മളെ ലൈഫിലും ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഫാമിലിയിലും എൻ്റെ ഫ്രണ്ട്സിൽ അങ്ങനെ മീൻസ് ഫ്രണ്ട്സിൻ്റെ കൂടി പറയുകയാണെങ്കിൽ എല്ലാം തന്നെ എല്ലാവരും നമ്മളെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ഷെയർ ചെയ്യാറില്ല. നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ ലൈഫിലെ ചേഞ്ചസും അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ ചേഞ്ചസും കാണുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചിട്ട് അത് അപ്ലൈ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എന്ന് പറയുന്നാൽ നിങ്ങൾ കൃത്യമായ രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ അതിനെ ഇങ്ങനെ ഇതേപോലെ തന്നെ ഹീൽ ചെയ്യുക, പ്രാർത്ഥന റൂമിൽ വെക്കുക, നന്ദി പറയുന്ന സമയത്ത് ഹൃദയത്തിൽ നന്ദി പറയുക. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവം നൽകിയ കാര്യങ്ങൾക്ക് നന്ദി പറയുക. ചില ആൾക്കാർ പറയും എനിക്ക് 1 കോടി രൂപ ലഭിച്ചത് നന്ദി, എനിക്ക് 1 കോടി രൂപ ലഭിച്ചതിന് നന്ദിന്ന്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ചിലപ്പോൾ 10,000 രൂപയായിരിക്കാം അല്ലെങ്കിൽ 5,000 രൂപയായിരിക്കാം. അതിനാദ്യം ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കൂ. അല്ലാതെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതിന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്, അതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ ലഭിക്കാൻ പോകുന്നതിലേക്ക് നന്ദി പറയാം. അതാണ് നമ്മളെ 10 days ബേസിക് ക്ലാസ് ഉണ്ട്. അതിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഹെൽത്ത് ഉണ്ട് അതിന് നന്ദി പറയാം. നിങ്ങൾ ബന്ധങ്ങൾ ഈവൻ ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അതിന് നന്ദി പറയാം. ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ കുറേ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. എല്ലാവരും ലൈഫ് ഹാപ്പി അല്ല. ഇപ്പം എൻ്റെ ലൈഫ് 100% ഹാപ്പിയാണോ? ഒരിക്കലും അല്ല. എൻ്റെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് ഇസ് പാർട്ട് ഓഫ് ലൈഫ്. ആ പ്രോബ്ലംസ് ആണ് ഞാനെന്ന് പറയുന്ന വ്യക്തിയെ സൃഷ്ടിച്ചത്. എൻ്റെ ഇൻസൾട്ട്, എനിക്ക് കിട്ടിയ ഓരോരോ കുത്തുവാക്കുകൾ, എനിക്ക് കിട്ടിയ ഓരോ കാര്യങ്ങളുമാണ് ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ആക്കി മാറ്റിയത്. ഇപ്പോൾ എൻ്റെ ലൈഫിലെ സ്റ്റോറീസ് പറയുകയാണെങ്കിൽ ഈ രീതിയിലൊന്നും ഞാൻ സംസാരിച്ചിരുന്നില്ല. പക്ഷേ എനിക്കിട്ട് ഇൻസൾട്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. വെള്ളം എന്ന് പറഞ്ഞ സിനിമയിൽ പോലെ തന്നെ. കാരണം ഞാനെന്ന് പറഞ്ഞ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്, കോളേജ് അല്ലെങ്കിൽ ആ രീതിയിൽ വളർന്നതാണ്. എന്നാൽ ഞാൻ കോളേജിലേക്ക് ജോയിൻ ചെയ്ത സമയത്താണ് ആൾക്കാരെ ഇതേപോലെ തന്നെ എനിക്ക് കുറേ എൻ്റെ റൂമിൽ തന്നെ പിടിച്ചടിക്കുക, അതോടൊപ്പം തന്നെ റാഗിങ് കാര്യങ്ങളെല്ലാം എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. അന്നേരം ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്നുള്ളത്. പക്ഷേ ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഇൻസൾട്ടും കാര്യങ്ങളാണ് എനിക്ക് മോട്ടിവേഷനായിട്ട് മാറുന്നത്. ഇവൻ നിങ്ങളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ സ്റ്റോറി പറയാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യം തന്നെ സക്സസ് ആയി, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി റിച്ച് ആണ്, അതിനുശേഷം ഞാൻ ഒരു റിച്ച് മീൻസ് അത് എനിക്കൊന്നും ഷോ ചെയ്യുന്നില്ലല്ലോ, മറിച്ച് എനിക്കൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്നിട്ട് ഈ ലെവലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മളെ ഓരോ മീൻസ് ഇതേപോലെ തന്നെ വലിയ വലിയ മഹാത്മാക്കളുടെ ലൈഫ് എന്തുകൊണ്ടാണ് നമുക്ക് പ്രചോദനമായി മാറുന്നത്? നമ്മുടെ ലൈഫിലുള്ള ആ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ആ പെയിനാണ് നിങ്ങളെ മോട്ടിവേഷനിലേക്ക് മാറുന്നത്. അല്ലാതെ എല്ലാം ദൈവം നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും, നമുക്ക് ഒന്നും തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. വിശപ്പറിഞ്ഞ വ്യക്തിക്ക് മാത്രമേ ഭക്ഷണത്തിൻ്റെ സ്വാദ് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് എല്ലാവരും തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ലത എന്ന് പറഞ്ഞ ആളല്ലേ ഇപ്പം സ്റ്റോറി പറഞ്ഞത് ഗവൺമെന്റ് ജോബിന്റെ? അതെ സാറേ, പാർട്ട് ടൈം ആയിട്ട് എംപ്ലോയ്മെന്റ് വഴി കിട്ടി സാറേ. ഓക്കെ. എന്തായാലും വാട്സപ്പിൽ വോയിസ് അയക്കുക കേട്ടോ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാലോ. ഓക്കെ സാറേ, താങ്ക് യു സാർ. ഓക്കെ. ഇനി നിങ്ങൾക്ക് നമ്മൾ ഇപ്പം സൗജന്യമായിട്ട് നടക്കുന്ന 365 ദിവസത്തെ ക്ലാസ്സിൽ ഇപ്പം 369 എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എന്ന് പറയുന്ന സമയത്ത് അത് രാവിലെ എഴുന്നേറ്റതിന് ശേഷം നിങ്ങളെ പ്രാർത്ഥനയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ 3 തവണ എഴുതി വെക്കുക. പിന്നെ നിങ്ങളെ ജോലി സമയമാവട്ടെ എന്ത് തന്നെ ആവട്ടെ നിങ്ങളൊരു 6 തവണയെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് ജോലി സ്ഥലത്തേക്ക് ബുക്ക് കൊണ്ടുപോകാം, കാര്യങ്ങൾ കൊണ്ടുപോകാം, ഒരു പേപ്പറെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി മാറ്റി നിങ്ങൾ എഴുതുക. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് 9 തവണ എഴുതി വെക്കുക. ഈ കാര്യങ്ങൾ ചില ആൾക്കാർ പറയും സാർ ജോലി സ്ഥലത്ത് എനിക്ക് എഴുതാൻ പറ്റില്ല,
നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ എനിക്കെന്താ പ്രശ്നം? നിങ്ങൾ എഴുതുന്നില്ലെങ്കിൽ എഴുതണ്ട. കാരണം നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മളിപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഈ ഫ്രീ ക്ലാസ് കുറേ തിരക്കുകളുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രീ ക്ലാസ് കൊടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് ലൈവിൽ വരാത്തത്, ഇതേപോലെ തന്നെ ക്ലാസ് കൊടുക്കാത്തത്. നമ്മൾ ആ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുകയുള്ളൂ. ആ കമ്മിറ്റ്മെൻറ്റാണ് നമ്മളെ ലൈഫിൽ വേണ്ടത്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡ്രീംസിലും നിങ്ങളുടെ ലക്ഷ്യത്തിലും നിങ്ങളുടെ പർപ്പസിന് വേണ്ടി നിങ്ങൾ കമ്മിറ്റഡ് ആകാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ. ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ റൂമിൽ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യം നടക്കും. ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ഞാൻ എൻ്റെ വീഡിയോസിൽ മീൻസ് പണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോ ഒന്നും എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോരോ ടെക്നിക്ക് പറയുന്ന സമയത്ത് ഞാൻ പറയും ഇത് നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ്. അല്ലാതെ ഇങ്ങനെ ഈ ഒരു കാര്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് പണമോ അല്ലെങ്കിൽ കോടികളോ കിട്ടുമെങ്കിൽ ഞാൻ എന്തിനാണ് വീഡിയോസ് ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്? അത് ഞാൻ എന്നെ തന്നെ വിമർശിക്കുകയാണ്. കാരണം നമ്മളുടെ മൈൻഡിനെ ഈവൻ എൻ്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഏത് സ്വിച്ച് വേർഡാണ് നല്ലത്. മാജിക് മണി നൗ എന്നുള്ള സ്വിച്ച് വേർഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലെ കുറേ സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കുകയാണെങ്കിലും മാജിക് മണി നൗ എന്നുള്ള സ്വിച്ച് വേർഡ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. കുറേ പേരുടെ ലൈഫിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ജോബിൻ്റെ കാര്യത്തിൽ കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയാണ് ഡിവൈൻ ജോബ് നൗ എന്നുള്ള. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കുറേ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ കമൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ലൈഫിൽ നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ ക്ലാസ്സിലായാലും എന്ത് തന്നെയായാലും പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലാകട്ടെ സൗജന്യ ക്ലാസ് ആകട്ടെ എന്ത് തന്നെ ആകട്ടെ അത് കൃത്യമായ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 369 എന്ന് പറയുന്ന മെത്തേഡിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് ഈ ഒരു 28 ഡേയ്സെങ്കിലും നിങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ 369 മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു വ്യക്തിക്ക് ഏകദേശം 6-7 ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട്. അത് ഞാനത് സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്നതായിരിക്കും ഗ്രൂപ്പിൽ തന്നെ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് മെസ്സേജ് അയക്കുന്നതിനെ കൊണ്ട് അത് എവിടെയാണുള്ളതെന്ന് കാണുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പലരുടെ ലൈഫിലും മിറാക്കിൾസാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ 369 എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുക. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക 3 മെഡിറ്റേഷൻസ്, യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ, അബൻഡൻസ് മെഡിറ്റേഷൻ, അതോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ. ഈ 3 മെഡിറ്റേഷൻ ഞാൻ ചിലപ്പം ലേറ്റ് ആയിട്ടായിരിക്കും ചിലപ്പം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത്. എന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ 3 മെഡിറ്റേഷൻസ് ഗ്രൂപ്പിൽ ഉണ്ടാവില്ല, അത് രാവിലെയും രാത്രിയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് 100% ലഭിക്കുന്നതാണ്. അതിലെ ഓരോ മെഡിറ്റേഷനും അത് ബൈനറി മ്യൂസിക് ആവട്ടെ അതെല്ലാം ഞാൻ പെയ്ഡായിട്ടുള്ള മെഡിറ്റേഷൻസ് കാര്യങ്ങളാണ് ഞാനത് ക്രിയേറ്റ് ചെയ്തത്. ചുമ്മാ ഇത് എടുക്കുകയല്ല ചെയ്തത്. അത് നമ്മൾ പെയ്ഡായിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഫ്രീ ക്ലാസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഇത്രയധികം റിസൾട്ട് കിട്ടുന്നത്. കുറേ പേരുടെ ലൈഫിൽ വലിയ റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. വേറെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് ചോദിക്കാമോ? അതല്ലേ പറയുന്നത്, ചോദിച്ചോളൂ. സാറ് ഇത് ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പ്രശ്നമാണ്. അത് ഹസ്ബൻഡായിട്ട് ഒരു പ്രശ്നമുണ്ട്. അപ്പോ കേസ് കോർട്ടിൽ നടക്കുകയാണ്. അപ്പോ ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവോഴ്സ് അതിനു വേണ്ടി നമ്മൾ എങ്ങനെയാണ് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ് മീൻസ് ഇതാണ് വേണ്ടത്. അല്ല അതായത് അതായത് ഒരു പീസ്ഫുൾ ആയിട്ട് നമുക്ക് പിരിഞ്ഞു പോരാനായിട്ടുള്ള കാര്യം, പിരിയുന്നത് ഒരു നെഗറ്റീവായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ അഫർമേഷൻ. ഓക്കെ. എൻ്റെ ഭർത്താവിന് നല്ലൊരു വിവാഹബന്ധം മറ്റൊരു വ്യക്തിയിൽ കിട്ടിയതിന് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കിട്ടിയതിന് ഞാൻ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇന്ന വ്യക്തിക്ക്, ഭർത്താവ് കഴിഞ്ഞല്ലോ, ഇന്ന വ്യക്തിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടായതിന് നന്ദി പറയുന്നു. അതെന്ത് ചെയ്യാണ്, ഇതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലെസ്സിങ് കൊടുക്കുകയാണ്. നമ്മൾ റിലേഷൻഷിപ്പ് മാസ്റ്ററിയിൽ എന്ന് പറഞ്ഞാൽ 21 ഡേയ്സ് പ്രോഗ്രാംസിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ റിലേഷൻഷിപ്പ് ബ്ലെസ്സിങ് മെഡിറ്റേഷൻ ആണ്. അതിലെന്ത് ചെയ്യും, നമ്മൾ ബ്ലെസ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻസ് നമ്മൾ ഏകദേശം 5 to 7 മിനിറ്റ്സിലെ മെഡിറ്റേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവരെ ബ്ലെസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ കൊടുക്കുന്നത്. അത് അതിൻ്റേതായിട്ടുള്ള 517 ആ ഫ്രീക്വൻസിയിലൊരു മെഡിറ്റേഷനാണ് ക്രിയേറ്റ് ചെയ്തത്. അതാണ് തോന്നുന്നു. അന്നേരം നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ നന്മ ആ വ്യക്തിയിലേക്കും നമ്മളിലേക്കും തിരികെ വരും. നേരെ മറിച്ച് നമ്മൾ റിവെഞ്ച് ആ വ്യക്തി മീൻസ് ആ വ്യക്തിക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ആ വ്യക്തി ചെയ്ത തെറ്റായ കർമ്മത്തിന് ആ വ്യക്തി ഫലം അനുഭവിക്കും. നമ്മൾ അവരെ അനുഗ്രഹിക്കുകയാണെങ്കിൽ
മനസ്സിലായോ? താങ്ക് യു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബേസിക് ക്ലാസ് ഇപ്പോൾ 55ാമത് ബാച്ച് വരെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞ ഒരു മെഡിറ്റേഷനും അതോടൊപ്പം തന്നെ ഒരു ടാസ്കും ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വേദനിപ്പിച്ച ആൾക്കാർക്കെല്ലാം തന്നെ ആ ഒരു മീൻസ് ആ വ്യക്തി ചെയ്ത കർമ്മത്തിൻ്റെ ഫലം പെട്ടെന്ന് തന്നെ കിട്ടും. അതുവരെ നമ്മൾ എന്ത് ചെയ്യാണ്, എനിക്ക് ആ വ്യക്തിയെ റിവെഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ആ വ്യക്തിയെ നശിപ്പിക്കണം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണ് ചെയ്യുക, അല്ലേ? നേരെ മറിച്ച് അതെല്ലാം തന്നെ നമ്മൾ പുറത്തു കൊടുക്കുക. ഈ ഇസ്ലാമിൽ ഒരു വാക്കുണ്ട്, ഇത് മക്കയിലേക്ക് ഹജ്ജ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് ആ വാക്ക്? ആരെങ്കിലും ഇസ്ലാമിക വിശ്വാസികളുണ്ടോ? ഒരു വാക്ക് പറയും, പുറത്തു തരണം, അല്ലെങ്കിൽ എല്ലാവരോടും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ പോകാറുണ്ട് ഇസ്ലാമിക വിശ്വാസികൾ തന്നെ. അങ്ങനെ ആ ഒരു ഫോർഗിവ്നെസ് നമ്മൾ മറ്റുള്ളവർക്കും ആ രീതിയിൽ നമ്മൾ നൽകുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ ബ്ലെസ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ആ ബ്ലെസ്സിങ്സ് തന്നെയാണ് തിരികെ വരുന്നത്. ഹിന്ദു മതത്തിലെ ഒരു ആചാരമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത്. അത് ലോകത്തിലുള്ള എല്ലാ സമസ്ത ചരാചരങ്ങൾക്കും മീൻസ് നല്ല നന്മ വേണമെന്ന് പറയുകയാണെങ്കിൽ അത് നേരെ റിട്ടേൺ ആയിട്ട് നമ്മളിലേക്ക് വരും. നേരെ മറിച്ച് എൻ്റെ ഫാമിലി നന്മ വേണം, ബാക്കിയുള്ളവരുടെ ഫാമിലി എല്ലാം തകർന്ന് ചിന്തിക്കുന്ന വ്യക്തികളുടെ ലൈഫ് നോക്കുന്ന സമയത്ത് ആദ്യം ചിലപ്പോൾ അവർക്ക് നന്മ ഉണ്ടെങ്കിലും അവർ ലൈഫിൽ ഒരു പ്രായം അല്ലെങ്കിൽ കുറച്ച് വാർദ്ധക്യകാലത്തിലേക്ക് വരുന്ന സമയത്ത് അവർ ലൈഫ് തകർന്നിട്ടുണ്ട്. അതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ബ്ലെസ്സിങ്സും കാര്യങ്ങളെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജോലി എങ്ങനെ കോർട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഉപയോഗിക്കാം. ചില ആൾക്കാരുണ്ട് ഇതേപോലെ തന്നെ എക്സാംസ് ചെയ്യുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് അവർക്ക് എക്സാമിന് പാസ്സാകാൻ സാധിച്ചത്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ഈ കുട്ടികളുടെ മറ്റേ മൊബൈലിന്റെ അഡിക്ഷൻ ഒക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ള അഫർമേഷൻ അല്ല, കുട്ടികളെ മൊബൈൽ അഡിക്ഷൻ കുറയണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളിലെ കുട്ടികളെ മുന്നിൽ നിന്ന് ഉപയോഗിക്കാതിരിക്കുക. അത് ഉപയോഗിക്കാറില്ല സാർ, ഇതാക്കുക. എന്താണ് മൊബൈൽ എന്താണ് നോക്കുന്നത് കുട്ടി? അതെ, ഇപ്പൊ 10th പഠിക്കുന്നത്. അപ്പം നമ്മളെ സ്കൂളിൽ നിന്ന് ക്ലാസ് റൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പം അതിൽ കൂടി പോയിട്ട് ഡൈവേർട്ട് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകും. അപ്പൊ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യും, അവര് ഷെയർ ചെയ്യുന്നത്. അതെ, അവര് ഷെയർ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ സംസാരിക്കും. പറയുന്ന കാര്യങ്ങൾ ഒന്ന് ടൈം വെക്കുക, അതായത് ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ മേടിച്ച് വെക്കുക. അതെ, അത് ചെയ്യുക. പിന്നെ അഫർമേഷൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ അഫർമേഷൻസ് പറയാം. എൻ്റെ മകൻ ഞാൻ പറയുന്നത് പൂർണ്ണമായി അനുസരിക്കുന്നതിന് പ്രപഞ്ച ശക്തിക്ക് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു, അല്ലെങ്കിൽ കൃഷ്ണനോ ക്രിസ്തു അല്ലാഹോ അതിന് നന്ദി പറയുന്നു. ഓക്കെ, ഈ അഫർമേഷൻ ഇതാണ്. പിന്നെ എന്ത് ചെയ്യുക, കുറേ ആപ്സ് ഉണ്ട് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ സ്ക്രീൻ ടൈം ലോക്ക് ചെയ്യുന്ന ചില ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവും. പിന്നെ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ഓപ്പൺ ആവും. അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സ്ക്രീൻ ലോക്കറോ അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ചെയ്യൂ കേട്ടോ. താങ്ക് യു. ഓക്കെ, ഹലോ സാർ. ചോദിച്ചോളൂ. സാർ, എന്റെ പേര് ആതിര. ഞാനിപ്പോ UK-ലാണ് ഉള്ളത്. ഞാൻ നേരത്തെ സാറിന്റെ ഫ്രീ സെക്ഷൻസിനകത്തൊക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു. റിലേഷൻഷിപ്പിൽ ഇതൊക്കെ വന്നപ്പോ അതൊക്കെ ഓക്കെ ആയി. ഇപ്പൊ ഞാൻ UK-ലാണ്. അപ്പൊ എനിക്ക് ഇവിടെ ഞാനിപ്പോ ഹസ്ബൻഡിന്റെ ഡിപെൻഡന്റ് വിസയിലാ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ ഒരു കെയറായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ജോബ്. ഞാൻ നേഴ്സാണ്. അപ്പൊ എനിക്ക് ഇവിടെ രജിസ്റ്റേർഡ് ആകുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു 2 എക്സാം പാസ് ആകേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ജോബ് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ അതിനകത്ത് ഒരു അഫർമേഷൻ പറയാൻ പറ്റും. ഡിവൈൻ ഇന്ന എക്സാം, അതായത് ഏത് എക്സാം ആണോ എക്സാം പാസ് നൗ. ഓക്കെ, ഡിവൈൻ എക്സാമിന്റെ പേര് പാസ് നൗ. ഓക്കെ സാറേ, ഓക്കെ സാറേ, ഓക്കെ സാറേ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്തായാലും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ഞാൻ സാറിന്റെ
പിന്നെ ഒരാൾ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലും ലോക്ക് ടൈം ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ലോക്ക് ടൈം, അത് എനിക്ക് അറിയില്ലായിരുന്നു. അന്നേരം ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. ചോദിച്ചോളൂ. ഞാൻ 2 പ്രാവശ്യം സാറിന്റെ പെയ്ഡ് ക്ലാസ്സിൽ ഞാൻ മുഴുവൻ അറ്റൻഡ് ചെയ്യാനും ഇതിന് എനിക്ക് പറ്റിയില്ല. എനിക്ക് കുറച്ച് ഏതാണ് അറ്റൻഡ് ചെയ്തത്? വയ്യായൊക്കെ. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തത് 111 ആ, ബേസിക് അല്ല ക്ലാസ്. 1011ന്റെ 1111ന്റെ ക്ലാസ്, പിന്നെ ഒരു 600 ഇതിന്റെ ക്ലാസ് ഞാൻ 2 പ്രാവശ്യം പേര് നടത്തി. അത് അത് എനിക്ക് പണ്ടത്തെ മര്യാദയ്ക്ക് പണ്ടത്തല്ല, 666 ഒരു കുറച്ചാളും ആ എന്നിട്ട് എനിക്കത് മുഴുവനാക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ അങ്ങനെ പിന്നെ എന്നാലും ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തത് സാർ പറഞ്ഞ പോലെ അങ്ങോട്ട് കൃത്യമായിട്ട് അങ്ങോട്ട് എന്റെ ഇത് ചെയ്തു എന്ന് തോന്നില്ല. എന്റെ മുഖത്ത് കണ്ടത് ഇവിടെ ഒരു മറിച്ച് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സാർ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഒരു സ്റ്റോണിനെക്കാളും കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് എന്താണ് വരാൻ കാരണം? എന്താണ് വരാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുമ്പ് ഞാൻ ഇങ്ങനെ ഡൈ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഡൈ അലർജിയാണോ ഡൈ അറിയില്ല. ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഡൈ നല്ലതല്ല. ആ അപ്പൊ അതിന്റെ വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഹോമിയോ മരുന്നും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അല്പം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളൊരു സാറിന്റെ വെള്ളം ക്ലാസ് എടുത്തിട്ട് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക, ആ എന്നിട്ടൊന്ന് നെറ്റിയിലൊന്ന് തടവുക. ഓക്കെ അത് നമ്മളെ 2 കപ്പ് മെത്തേഡ് 1 കപ്പ് മെത്തേഡ് എന്നെല്ലാം പറയുന്നില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു വെള്ളം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള എൻ്റെ നിറത്തിന്, തൊലിയുടെ നിറത്തിന് നന്ദി എന്നൊക്കെയുള്ള രീതിയിലുള്ള പോസിറ്റീവായ അഫർമേഷൻസ് പറഞ്ഞിട്ട് അതൊന്ന് തടവുക. ഓക്കെ ഓക്കെ, ഇതിലൂടെ മാറും. പിന്നെ നമ്മൾ ബ്യൂട്ടി ബൈനോറി മ്യൂസിക് നമ്മുടെ സൗജന്യ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡെയിലി ഒന്ന് കേൾക്കും. കേട്ടോ, ഇയർഫോൺ ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ട് കേട്ടോ. താങ്ക്സ്. താങ്ക് യു സോ മച്ച്. നേരം നമ്മളെ എന്താ പറയുക, ഈ ഒരു ക്ലാസ് മാജിക് സ്റ്റോണിൻ്റെ ക്ലാസ് അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇതല്ലെങ്കിൽ ഞാൻ റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, എനിക്ക് വീട്ടിൽ ഞാൻ അവിടെ ഒറ്റ മോളായിരുന്നു. അപ്പൊ എനിക്കൊരു വീട്ടിൽ ചെല്ലുമ്പോ അത്ര അങ്ങോട്ട് എന്താ പറയാ കെയറിങ് ഇതൊന്നും കിട്ടാത്ത വിഷമത്തിലായിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് മെഡിറ്റേഷൻസും ഇതൊക്കെ ചെയ്ത് അതാണ് എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പൊ അത് വ്യക്തമല്ലാത്തതിനോട് വീണ്ടും പറയാൻ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ ഇപ്പൊ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ആങ്ങളയുടെ ഭാര്യ അവരൊക്കെ മുന്നൊരു കെയറിങ് ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ അമ്മയ്ക്കും ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ. ഭയങ്കര കെയറിങ്, ഒറ്റ അതെ മോളാണ് അത് ഞാൻ. നമ്മളെ അപ്പൊ അവിടെ ചെന്ന് നമ്മളെ ഈ റിലേഷൻഷിപ്പ് മാസ്റ്ററി, ഈവൻ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലും സൗജന്യം എന്തിൻ്റെ ക്ലാസ്സിലും നമ്മൾ മെഡിറ്റേഷൻസ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ചേഞ്ച് വരും. ഞാൻ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ കുറേ ക്ലാസ്സുകൾ, അത് ചെറിയ എമൗണ്ട് നല്ല എമൗണ്ട് 25,000 50,000 എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതിലെല്ലാം ഞാൻ ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ റീപ്രോഗ്രാം ചെയ്യുന്നതിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഫീൽ ചെയ്തത് എൻ്റെ എക്സ്പീരിയൻസിലും. ഞാൻ ഇവൻ നമ്മളെ ബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ക്രിട്ടിക്കൽ മൈൻഡ് എന്ന് പറയുന്നത്. അന്നേരം ഞാൻ എന്ത് പറയുന്ന സമയത്തും നിങ്ങൾക്ക് അതിനെ വിമർശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വരുന്നതാണ്. ഈ ക്രിട്ടിക്കൽ മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡിനെ നമ്മൾ ബൈപ്പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ മെഡിറ്റേഷൻ ഫ്രീ ക്ലാസ് തന്നെ, നിങ്ങൾ ഏത് ഫ്രീ ക്ലാസ് പങ്കെടുക്കാൻ മെഡിറ്റേഷൻ തരില്ല. ഡെയിലി നമ്മളെപ്പോഴും മെഡിറ്റേഷനും കാര്യങ്ങളും ഈവൻ ബൈനറി മ്യൂസിക് വരെ ഞാൻ ഈ ബാച്ചിൽ എല്ലാ ക്ലാസ്സുകളിലും നൽകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെയാണ് നിങ്ങൾക്ക് ചേഞ്ചസ് സംഭവിക്കുക. അതുകൊണ്ട് മെഡിറ്റേഷൻസ് നിങ്ങളെ ലൈഫിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഈ കാര്യങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യൂ. മീൻസ് നമ്മളെ പെയ്ഡ് ക്ലാസ്സിൽ അതിൽ സെൽഫ് ലവ് മെഡിറ്റേഷൻ നൽകിയിട്ടുണ്ട്. ഇൻ കേസ് അത് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് വീണ്ടും അയച്ചു തരാം. അതിൽ 2 മെഡിറ്റേഷൻ നൽകിയിട്ടുണ്ട് സെൽഫ് ലവിൻ്റെ. അത് നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കൂ. ദുർഗാദേവി മാഡം, എന്തൊക്കെയുണ്ട് വിശേഷം? സന്തോഷം. ഓഡിയോ നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കില്ല. ഓഡിയോ ഇല്ലേ, നിങ്ങളെ ഓഡിയോ മ്യൂട്ടാണ്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഓക്കെ കേൾക്കുന്നില്ല. അതെ,
അന്നേരം ഞാനോട് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൃത്യമായ രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഉപയോഗിക്കുക. നിങ്ങൾ ഓരോ സക്സസ് സ്റ്റോറീസും ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് ഞാനോ എൻ്റെ സ്റ്റാഫോ കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതെല്ലാം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ച ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ കഴിയുന്ന രീതിയിലുള്ള നന്മ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. നമ്മുടെ സൗജന്യ ക്ലാസ്സിലെ ലിങ്ക് നിങ്ങളെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. പലരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അല്ലേ? പണത്തിൻ്റെ ബുദ്ധിമുട്ട്, ആരോഗ്യത്തിൻ്റെ ബുദ്ധിമുട്ട്, റിലേഷൻഷിപ്പിൻ്റെ ബുദ്ധിമുട്ട് എല്ലാം തന്നെ ഉണ്ടാവും. അവരിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഞാൻ എന്തുകൊണ്ടാണ് സൗജന്യ ക്ലാസ് നൽകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നമ്മൾ നന്മ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നന്മ തിരികെ വരൂ. അതായത് ഞാൻ അതിൻ്റെ ഒരു പാർട്ടായി മാറുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. എൻ്റെ അറിവ് ഞാൻ എൻ്റെ അറിവെന്ന് പറഞ്ഞാൽ എനിക്ക് ലഭിച്ച അറിവ് ഞാൻ മറ്റുള്ളവരിലേക്ക് നൽകുകയാണ്. അന്നേരം നൽകുന്ന സമയത്ത് നന്മ എന്നിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സൗജന്യ ക്ലാസ്സിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അറിവുകളെല്ലാം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. ആ ഷെയറിങ് എന്ന് പറയുന്ന സമയത്ത് ഷെയർ ചെയ്യുന്ന വ്യക്തി അത് ആക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ നെഗറ്റീവ് പറയുന്നയോ നിങ്ങൾ വേദനിപ്പിക്കുന്ന വ്യക്തിയോടെയല്ല, നിങ്ങൾക്ക് ഡിസേർവ്ഡ് ആണെന്ന് തോന്നുന്ന വ്യക്തി. അതായത് ഈ ഒരു അറിവ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടോ കാര്യങ്ങളായിട്ടൊന്നും തന്നെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചോ കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കാറില്ല. അവർക്ക് ഞാനൊരു അത്ഭുത ജീവിയായിട്ടാണ് തോന്നുന്നത്. റിലേഷൻഷിപ്പിൻ്റെ കാര്യം അല്ലെങ്കിൽ ഓരോ സക്സസ് സ്റ്റോറീസ് കേൾക്കുന്ന സമയത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഒരു പുള്ളിക്കാരി അവർ ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു. അല്ല, അവർ ആഗ്രഹിച്ചൊരു കാര്യം, അത് ഏകദേശം 1 വർഷം മുന്നെയാണ്. ആഗ്രഹിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കുട്ടി വേണമെന്ന് ആഗ്രഹിച്ചു. 3 കുട്ടി അങ്ങനെ ആഗ്രഹിച്ചു. നമ്മുടെ സ്വാധിഷ്ഠാന ചക്രയുടെ മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം 3 കുട്ടികളുണ്ടായി. ആ ഫോട്ടോയിൽ അയച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മളെ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നതാണ്. അന്നേരം അതെല്ലാം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല. എല്ലാം തന്നെ ഞാനൊരിക്കലും എൻ്റെ ക്രെഡിറ്റ് ആയിട്ട് ഓരോ സക്സസ് സ്റ്റോറീസ് പറയുന്ന സമയത്തും എല്ലാം തന്നെ ദൈവികമായ അനുഗ്രഹത്തിൻ്റെ ആ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെ ഈഗോ എന്ന് പറയുന്ന കാര്യം നമ്മളിൽ വളരെയുള്ള സാധ്യത കൂടുതലാണ്. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ, നമ്മളെ പണത്തിൻ്റെ പദവിയുടെ കാര്യത്തിലെല്ലാം തന്നെ നമ്മൾ പോലും അറിയാതെ വളരുന്നതാണ്. ഈഗോ വളരുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ സ്റ്റോപ്പാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെ കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാനും ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾസ് മാത്രമാണ് സംഭവിക്കുക. അതുകൊണ്ട് ഇത്രയധികം എനിക്ക് വേണ്ടിയിട്ട് ഓരോ വ്യക്തികളും ടൈം സ്പെൻഡ് ചെയ്തതിന് ഞാൻ നന്ദി പറയാണ്. നിങ്ങളുടെ ജീവിതത്തിലും ലോകത്തുള്ള എല്ലാവരുടെ ലൈഫിലും വലിയ വലിയ മിറാക്കിൾസും അവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രശ്നങ്ങളിൽ നടക്കുകയാണ്. അവരിലേക്കെല്ലാം തന്നെ ദൈവികമായ നന്മയും സന്തോഷവും സമാധാനവും എല്ലാം തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.